കുന്നംകുളം മെമ്പർ അജിത വിശാൽ ടെലിഫോണിൽ ചെയ്യുന്നുണ്ട്. ശ്രീ അജിത, ഒരു ശക്തിയേറിയ ഒരു ചുഴലിക്കാറ്റ് തന്നെയാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നു. എത്രത്തോളം വീടുകൾക്കാണ് ആ പ്രദേശത്ത് നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത്? ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള അനുഭവം ആ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ടോ? നമസ്കാരം. ഇത് രാവിലെ ഒരു 9:20 അടുപ്പിച്ചാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഒരു കറുത്ത പുകയുടെ രൂപത്തിൽ റൗണ്ട് ചെയ്ത് വരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ നമ്മളോട് പറഞ്ഞത്. ഒരു മരം പൊട്ടി വീണ് വീടിന്റെ ഒരു ടെറസ് വീട് തന്നെ അതിന്റെ ഫ്രണ്ട് വശം കംപ്ലീറ്റ് ആയിട്ട് വീണിട്ടുണ്ട്. കുറച്ച് ഡിസ്റ്റൻസിൽ നിന്നാണ് ഇതൊരു 3 ആളൊക്കെ പിടിച്ച പിടിയെത്താത്ത അത്രയും വലിയൊരു മരം പിന്നെ പൊട്ടിച്ചിട്ട് നമ്മൾ വീടുമ്പോ കൊടുന്ന് ഇരുത്തിയ പോലെയാണ് അത് വന്നിരിക്കുന്നത്. ഒരു ഓട്ടോറിക്ഷ തലനാരിഴക്കാണ് പോസ്റ്റുകൾ പൊട്ടി വീഴുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത്. വ്യാപകമായിട്ട് വീടുകൾക്കും വാഹനങ്ങൾക്കും ഒക്കെ അപകടം നടന്നിട്ടുണ്ട് അവിടെ. ഇത് എത്ര സമയമാണ് ഈ ചുഴലിക്കാറ്റ് ഉണ്ടാകുമ്പോൾ അത് എത്ര സമയം നീണ്ടു നിൽക്കുന്നുണ്ട്? ഏകദേശം ഒരു 5 മിനിറ്റോളം ഉണ്ടായിരുന്നു എന്നാണ് കാണുന്നവർ പറയണത്. ഇത് അവരുടെയൊക്കെ ലൈഫിൽ ഒരു 65-70 വയസ്സായ ആൾക്കാർ പറയുന്നത് അവരുടെ ജീവിതത്തിൽ അവർ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം കാണണേന്നാണ് പറഞ്ഞത്. ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ, ട്രാൻസ്ഫോമർ, ഇതൊക്കെ ഇങ്ങനെ വീഴുമ്പോൾ അത് അത്രത്തോളം വലിയൊരു അപകടവുമാണ്. അതുപോലെ തന്നെ അത് അത്രയും വലിയ ശക്തിയുള്ള കാറ്റാന്നുള്ള അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരുപാട് വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടാവും അല്ലേ? ഉണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഓട്ടോ ഡ്രൈവർ ശരിക്കും ഒരു തലനാരിഴയ്ക്ക് തന്നെ രക്ഷപ്പെട്ടാണ്. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ആ ദൃശ്യങ്ങളിലും കാണുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം അവിടെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നല്ല ശക്തമായ മഴയായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ ഇത്തരത്തിലുള്ള വലിയ കൊടുങ്കാറ്റ് പോലത്തെ ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല, മരങ്ങൾ പൊട്ടി വീഴലൊക്കെ സ്വാഭാവികമായിട്ടും ഉള്ള സംഭവമാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. ശരി, വളരെ നന്ദി ശ്രീ അജിത പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.